പക്ഷെ ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് എന്റെ ചുറ്റും താമസിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ താമസിക്കുന്ന പ്രദേശം എടത്തനാട്ടുകര ബഹുഭൂരിപക്ഷം വരുന്നത് ഇസ്ലാം സഹോദരങ്ങളാണ്, മുസ്ലിമുകളാണ്. അവരുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് അവരുടെ ജീവിത രീതികളും എന്നോടും അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരോടുമുള്ള അവരുടെ മനോഭാവങ്ങളും അവരുടെ ജീവിത രീതികളും കണ്ടിട്ടാണ് മുസ്ലിം എന്താണ് അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും നല്ല അനുഭവമാണ്. മണ്ണാർക്കാട് ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്ന ആരെയും എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്നുള്ളൊരു ധാരണ എനിക്കില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഇവിടെ ഇരുന്ന് സ്വാമി ഇത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ചെറുപ്പത്തില് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അഷ്റഫ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ എത്തിയപ്പോൾ റാഫി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. റാഫിയുമായിട്ട് എനിക്ക് അടുത്തൊരു ബന്ധമുണ്ട്. ഞാനാണെങ്കിൽ ഒരുപാട് ഹിംപോസിഷൻ എഴുതി എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വലിയ കുഴപ്പമില്ലാത്തൊരു ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ റാഫി സൽമയ്ക്ക് എഴുതുന്ന എല്ലാ ലവ് ലെറ്ററും ഞാൻ തന്നെയാണ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ റാഫിയുമായിട്ട് എനിക്കൊരു അടുത്ത ബന്ധമുണ്ട്. പിന്നീട് റാഫി എന്തായി എനിക്കറിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പരിശീലനത്തിലേക്ക് പോയി. പിന്നീട് ഞാൻ അച്ഛനായി. റാഫി സൽമയെ തന്നെയാണോ നിക്കാഹ് കഴിച്ചത്, നിക്കാഹ് കഴിച്ചോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ റാഫിക്ക് വേണ്ടി സൽമയ്ക്ക് എഴുതിക്കൊണ്ടിരുന്ന എല്ലാ പ്രണയലേഖനങ്ങളും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്നത് ഞാനാണ്. അത് കഴിഞ്ഞ് സെമിനാരി പരിശീലനത്തിന് പോയി. ആ കാലഘട്ടങ്ങളിലൊന്നും ഈ തൊട്ടടുത്തുള്ള ആലുവ ഞങ്ങൾ പഠിക്കുന്ന സെമിനാരിയുടെ തൊട്ടടുത്തുള്ള ആ മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ട്. അവിടെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ഇപ്പോ ഈ മണ്ണാർക്കാട് ഭാഗത്ത് ഞാൻ അച്ഛനായതിനു ശേഷം ഈ പെരുമ്പടാരിയിലുള്ള പള്ളിയിൽ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീട് ഞാൻ കുറച്ചുനാൾ കോങ്ങാട് പോയി. പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ ഈ മണ്ണാർക്കാട് ഭാഗത്ത് എടത്തനാട്ടുകര പ്രദേശത്താണ്. ഒരു പക്ഷേ ഈ പ്രദേശത്ത് മണ്ണാർക്കാട് എടത്തനാട്ടുകര ആ ഭാഗം, ഈ ഭാഗം മുസ്ലിം സഹോദരങ്ങൾ, ഇസ്ലാം മതവിശ്വാസികളാണ് ബഹുഭൂരിപക്ഷം. അവരുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. അതിൽ കുറേ പേരെ എനിക്ക് പരിചയമുണ്ട്. അതിൽ അടുത്ത ബന്ധമുള്ള പരിചയമുള്ള ചില വ്യക്തികളാണ്. അവർ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ആവശ്യം, ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ അവരുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ, അവരെന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ ഒരു പങ്കായിട്ട് മാത്രമാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുക. അപ്പൊ എനിക്ക് ഒരിക്കലും ഒരു അസ്വസ്ഥതയും ആരിൽ നിന്നും, പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് പൊൻപാറയിൽ. പള്ളിയുടെ ചുറ്റും താമസിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളാണ്. മാനസികവുമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും അവരുടെ പരിപൂർണ പിന്തുണയോടുകൂടെയാണ് ആ ദേവാലയം. ഈ മെയ് മാസം 16-ാം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം, അടുത്ത ബുധനാഴ്ച. അവിടെയൊക്കെ ഞാൻ കാണുന്ന ഈ വിശ്വാസികളിൽ കാണുന്ന, ഞാനതാ പറയുന്നത്, പരിശുദ്ധ ഖുറാനിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിം ഇസ്ലാം എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടിട്ടാണ്. എനിക്ക് പരിശുദ്ധ ഖുറാൻ വായിക്കാൻ സാധിക്കണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിശുദ്ധ ബൈബിൾ, ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ബൈബിൾ വായിച്ചിട്ടുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവിടെ കാണുന്ന അച്ഛനെയോ അപ്പുറത്ത് കാണുന്ന ക്രൈസ്തവനെ, ക്രിസ്ത്യാനിയെ കണ്ടിട്ടാണ്. അപ്പൊ ഞാൻ കാണുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഞാൻ ഇപ്പൊ താമസിക്കുന്ന എടത്തനാട്ടുകര പൊൻപാറ പ്രദേശത്തുള്ള ആ ഇസ്ലാം മത വിശ്വാസികളെ ഞാൻ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവരെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. അല്ലെങ്കിൽ അവര് ജീവിക്കുന്ന രീതി കണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഇസ്ലാം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു മതമാണെന്നും ഒരു വിശ്വാസമാണെന്നും ഒരു ജീവിതചര്യയാണെന്നും അവരുടെ ജീവിതം കണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അങ്ങനെയാണ് ആ പ്രദേശത്തെ വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ എന്നോട് പെരുമാറുന്നത്. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. എന്നാൽ അതേസമയം ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന എൻ്റെ ചുറ്റും താമസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളിൽ കണ്ട മറ്റൊരു വലിയൊരു ഗുണം ഞാൻ കണ്ടത്, വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ എൻ്റെ പള്ളിയിലുള്ള വിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഈ പാലക്കാട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രൂപത എന്നാണ് പറയുക, ഇങ്ങനെ ഓരോ ജില്ലയെ തിരിച്ച് രൂപത എന്ന് പറയുക. അപ്പം ഞാൻ പാലക്കാട് രൂപതയുടെ ബോർഡറിലാണ്. പാലക്കാട്, അപ്പുറത്ത് താമരശ്ശേരി, തലശ്ശേരി, ഈ പ്രദേശങ്ങളിലുള്ള ഒരുപാട് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലൊക്കെ ഞാൻ സന്ദർശനം നടത്താറുണ്ട്. ഇന്ന് വരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധമന്ദിരത്തിലോ ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല. പ്രായം ചെന്ന മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുകയോ നടതള്ളുകയോ
വല്ല വൃദ്ധമന്ദിരങ്ങളിൽ, അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടു ചെന്ന് അല്പം പൈസ ഏൽപ്പിച്ച് തള്ളുകയോ ചെയ്യുന്നത് അതിൽ ക്രൈസ്തവരും ഹൈന്ദവരുമാണ് കൂടുതൽ. ഒരൊറ്റ ഇസ്ലാം മത വിശ്വാസിയെ, പ്രായം ചെന്ന ഒരു ഉമ്മയെ ബാപ്പയെ ഞാൻ ഇന്നുവരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധമന്ദിരത്തിലോ കണ്ടിട്ടില്ല. അത് വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടെ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ എടത്തനാട്ടുകാരെ പൊൻപാറ പ്രദേശത്ത് ഒരു വീട്ടിൽ, ഞങ്ങളുടെ ഒരു വീട്ടിൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മക്കളും മരുമക്കളും ഈ പ്രായം ചെന്ന അമ്മയും തമ്മിൽ പൊരിഞ്ഞ കലഹവും രാത്രി ബഹളവുമായിട്ട് ചുറ്റും താമസിക്കുന്ന ഈ മുസ്ലിം സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് അച്ഛൻ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് രാത്രി ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവര് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നോട് പറഞ്ഞാണ്, അച്ഛൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരിക്കലും വൃദ്ധരായ മാതാപിതാക്കളെ തള്ളുകയോ അവരെ ഉപേക്ഷിക്കുകയോ അവരോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുകയോ ചെയ്യില്ല. പക്ഷെ അത് ഞാൻ വിചാരിച്ചു അത് ചുമ്മാ പറഞ്ഞതാണെന്ന്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. അപ്പൊ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ചാണെങ്കിലും ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചാണെങ്കിലും ഇസ്ലാം മത വിശ്വാസം അനുസരിച്ചാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശുദ്ധമായ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരമാണ്. മനുഷ്യന്റെ ശരീരമാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലയം. ദൈവം വസിക്കുന്നത് മനുഷ്യനിലാണ്. നമ്മള് ലക്ഷങ്ങളോ കോടികളോ ചെലവഴിച്ച് സിമന്റ് കൊണ്ടോ മണൽ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഒക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ദേവാലയങ്ങളിൽ, അമ്പലങ്ങളിൽ, പള്ളികൾക്കകത്താണ് ദൈവം ഇരിക്കുന്നത്, അവിടെയാണ് ദൈവം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ശരിയാണ്. ഒരു പരിധി വരെ അതൊക്കെ അതിൽ ശരിയുണ്ട്. പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, തൻ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യനിൽ ദൈവമുണ്ടെന്നും ദൈവാംശമുണ്ടെന്നും അവൻ ദൈവമാണെന്നും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവനോട് കാണിക്കുന്ന കരുണയാണ് ദൈവത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്നും എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, അന്നേ മതങ്ങൾക്ക് മൂല്യമുള്ളൂ. തൊട്ടടുത്ത് നിൽക്കുന്നവനെ മനുഷ്യനായിട്ട് കാണാൻ, അവനെ ക്രിസ്ത്യാനിയായിട്ട്, മുസ്ലിമായിട്ട്, ഹിന്ദുവായിട്ടല്ല, തൊട്ടടുത്ത് നിൽക്കുന്നവൻ ആര് തന്നെയായാലും അവനെ മനുഷ്യനായിട്ട് കാണാൻ എന്ന് എൻ്റെ കണ്ണിന് കാഴ്ച തെളിയുന്നു, എന്ന് അങ്ങനെ എൻ്റെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകുന്നു, അന്ന് ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, അന്ന് ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരു യഥാർത്ഥ ഹിന്ദുവാണ്. അല്ലാത്തിടത്തോളം വെറുതെ ആചാരങ്ങളുമായിട്ട് ഒരുപാട് ആചാരങ്ങളും പാരമ്പര്യങ്ങളുമായിട്ട് നമ്മൾ ജീവിച്ചു പോകും.